വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സെഫലോകോർഡേറ്റ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മയോമിയേഴ്സ്? സെഫലോകോർഡേറ്റിൽ മയോമിയേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ സെഫലോകോർഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കോർഡേറ്റ്സിൻ്റെ ഡിവിഷൻസിൽ വരും. അതായത് സെഫലോകോർഡേറ്റ്, യൂറോകോർഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡിവിഷനിൽ വരുന്നതാണ് സെഫലോകോർഡേറ്റ്സ്. അതായത് നമ്മളുടെ ലാൻഡ്സെറ്റ് ഒക്കെ വരുന്നത് ഈ പറയുന്ന സെഫലോകോർഡേറ്റിലാണ്. അപ്പോൾ അവരുടെ മയോമിയേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കോമോഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാം. ഇനി ബയോ ഇൻഫോർമാറ്റിക്സിൽ ബ്ലാസ്റ്റ് സെർച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ലോക്കൽ അലൈൻമെൻറ്റ് സെർച്ച് ടൂൾ. അതാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ബയോ ഇൻഫോർമാറ്റിക് സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഹോമലോഗസ് സീക്വൻസുകൾ സെർച്ച് ചെയ്യാനായിട്ടാണ്, ഒരു ഡാറ്റാബേസിൽ സിമിലർ ആയിട്ടുള്ള ഹോമലോഗസ് സീക്വൻസിനെ സെർച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്നേക്ക് തേർഡ് സൂപ്രാലേബിയൽ ഷീൽഡ് ടച്ചസ് ഐസ് ആൻഡ് നീസൽ ഷീൽഡ്? അതായത് ഈ നജയുടെയൊക്കെ അവരുടെ തലയുടെ ഭാഗത്ത് ആ ഒരു മാർക്കിംഗ് ഉണ്ട്, അതാണ് അവരുടെ ആ ഒരു തേർഡ് സൂപ്രാലേബിയൽ ഷീൽഡ്. ഓക്കെ, അപ്പോൾ അത് കാണിക്കുന്നത് നജയിലാണ്. ഇനി ബാലിൻ പ്ലേറ്റ്സ് ഉള്ളത് ഏതിലാണ്? ബ്ലൂ വെയിൽസിലാണ് ബാലിൻ പ്ലേറ്റ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബാലിൻ പ്ലേറ്റ്സ് എവിടെയാണ്? ബ്ലൂ വെയിലിലാണുള്ളത്. ഇനി DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് നമുക്കറിയാം, എസ് ഫേസ് or സിന്തറ്റിക് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? സിംഗറും നിക്കോൾസണും കൂടി ചേർന്നിട്ടാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻഡ് ഈസ് നോട്ട് കൺസിഡർഡ് എ മെയിൽ അസസറി ഗ്ലാൻഡ്? അതായത് ഈ പറയുന്നതിൽ മെയിൽ അസസറി ഗ്ലാൻഡ് അല്ലാത്തത് ഏതാണ്? ബർത്തോലിൻ ഗ്ലാൻഡ്. കാരണം ബർത്തോലിൻ ഗ്ലാൻഡ് കാണിക്കുന്നത് ഫീമെയിൽസിന്റെ കേസിലാണ്. ബാക്കി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, ബൾബോ യൂറീത്തൽ ഗ്ലാൻഡ് ഇതൊക്കെ മെയിൽ അസസറി ഗ്ലാൻഡുകളാണ്. ബർത്തോലിൻ ഗ്ലാൻഡുകൾ ഫീമെയിൽ അസസറി ഗ്ലാൻഡിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്. ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ ഈസ് ഫൗണ്ട് ഇൻ? യൂറിയയുടെ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും? നമുക്കറിയാം യൂറിയ, അതായത് യൂറിയ സൈക്കിളൊക്കെ നടക്കുന്നത് ലിവറിലാണ്. അപ്പോൾ ലിവറിൽ ധാരാളം ഈ പറയുന്ന യൂറിയ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെപ്പാറ്റിക് വെയിൻ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ എവിടെയാണ്? ഹെപ്പാറ്റിക് വെയിൻ ആണ്. ഓക്കെ, ലിവറിലുള്ള ഹെപ്പാറ്റിക് വെയിനിലാണ്. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് സെൻട്രോമിയർ 46 ഹ്യൂമൻ ക്രോമസോം ഹാസ് ബിൻ ഡിവൈഡഡ് ഇൻ ടു എത്ര ഗ്രൂപ്പായിട്ടാണ് ഈ 46 ഹ്യൂമൻ ക്രോമസോമിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്? 7 ഗ്രൂപ്പുകളായിട്ടാണ്. അപ്പോൾ അതേ നോക്കിക്കേ, 1-3 വരെ എന്താണ്? ഒരു ഗ്രൂപ്പ്. പിന്നെ 4-5 വേറൊരു ഗ്രൂപ്പ്, അതായത് ബി ഗ്രൂപ്പ്. 6-12 വരെ സി ഗ്രൂപ്പ്. 13, 14, 15 ക്രോമസോംസ് ഡി ഗ്രൂപ്പിൽ വരും. 16, 17, 18 ഇ ഗ്രൂപ്പിലും 19, 20 എഫ് ഗ്രൂപ്പിലും 21, 22 വരെ ജി ഗ്രൂപ്പ്, അതായത് 22 ഓട്ടോസോംസുകൾ. അതുകൂടാതെ എക്സ് ക്രോമസോം സി ഗ്രൂപ്പിലും വൈ ക്രോമസോം ജി ഗ്രൂപ്പിലും ആണ് ഉള്ളത്. ഇതാണ് 23 പെയർ ഓഫ് ക്രോമസോംസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ എമോങ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്? ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഫാദർ എന്ന് പറയുന്നത് പോൾബർഗ് ആണ്. ഓക്കെ, അടുത്തത്. ഇൻ ഹൈബ്രിഡോമ ടെക്നോളജിയിൽ എന്താ ചെയ്യുന്നത്? ബി സെൽസ് ആർ ഫ്യൂസ്ഡ് വിത്ത് മൈലോമ സെൽസ്. അപ്പം നമുക്കറിയാം, ഹൈബ്രിഡോമ എന്ന് പറയുന്ന സെൽസ് കിട്ടണമെങ്കിൽ ബി സെൽസിനെ മൈലോമ സെൽസുകളായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹൈബ്രിഡോമ ടെക്നോളജിയിൽ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കാനാണ് ഹൈബ്രിഡോമ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ബി സെൽസിന് ഈ പറയുന്ന മൈലോമ സെൽസുകളായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഹൈബ്രിഡോമ ടെക്നോളജിയിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. പാരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, സബ് ലിംഗൽ ഗ്ലാൻഡ്, ലിവർ. അപ്പോൾ പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു ഡക്റ്റ് ആണ് സ്റ്റെൻസൺ ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാരോട്ടിഡ് ഗ്ലാൻഡിന്റെ അവിടെയുള്ള ഡക്റ്റ് ആണ് സ്റ്റെൻസൺ ഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ആണെങ്കിലോ സബ് മാൻഡിബുലർ ഗ്ലാൻഡിന്റെ അവിടെയുള്ള ഡക്റ്റ് ആണ് വാർട്ടൺ ഡക്റ്റ് എന്ന് പറയും. ഓക്കെ, വാർട്ടൺ ഡക്റ്റ് അല്ലെങ്കിൽ സബ് മാൻഡിബുലർ ഡക്റ്റ് എന്ന് പറയും. ഇനി സബ്ലിംഗൽ ഗ്ലാൻഡിന്റെ അവിടെയുള്ള ഡക്റ്റ് ആണ് ഡക്റ്റ് ഓഫ് ബർത്തോയിൻ എന്ന് പറയുന്നത്. ലിവറിലാണെങ്കിൽ നമുക്കറിയാം ഹെപ്പാറ്റിക് ഡക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ പാരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്റ്റിന്റെ പേര് സ്റ്റെൻസൺ, സബ് മാൻഡിബുലർ ആണെങ്കിൽ വാർട്ടൺ, സബ്ലിംഗൽ ആണെങ്കിൽ ഡക്റ്റ് ഓഫ് ബർത്തോയിൻ, ലിവർ ആണെങ്കിൽ ഹെപ്പാറ്റിക് ഡക്റ്റ്. ഓക്കെ, ഇനി റാബിറ്റ് എന്ന് പറയുമ്പോൾ ലാഗോമോർഫ എന്ന് പറയുന്ന ഓർഡറിലാണ് റാബിറ്റ് വരുന്നത്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഏലിയൻ സ്പീഷീസ് ഇൻ ദ വാട്ടർ ബോഡീസ് ഓഫ് കേരള? അപ്പോൾ കേരളത്തിന്റെ വാട്ടർ ബോഡീസിൽ ഇല്ലാത്ത ഏലിയൻ സ്പീഷീസ് ആണ് പ്ലോട്ടോസസ് കാനിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലോട്ടോസസ് കാനിയേഴ്സ് ആണ് ഈ പറയുന്ന കേരളത്തിന്റെ വാട്ടർ ബോഡിയിൽ അല്ലാത്ത ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് ഫോർ കൺട്രോളിംഗ് ഇൻസെക്ട് പെസ്റ്റ് ക്യാൻ ലീഡ് ടു ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ പെസ്റ്റ് പോപ്പുലേഷൻ.
contamination, and exposure to sublethal doses of pesticides can select for individual with a genetic trait that confer resistance. അപ്പോൾ ഇവിടെ രണ്ടും ട്രൂ ആണ്, അതായത് എയും ആറും ട്രൂ ആണ്. ആറെന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് പ്രോട്ടീൻ ഡാറ്റാബേസ് വിച്ച് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് പ്രോട്ടീൻ സ്ട്രക്ചർ. അതായത് പ്രോട്ടീൻ ഡാറ്റാബേസ് ആണ്, അതിൽ പ്രോട്ടീൻ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അത് ഏതാണ്? PDB, പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക്. ഓക്കെ, ഇതിനടുത്ത് സൈക്ലിക് AMP ഡിസ്കവർ ചെയ്തത് ആരാണ്? അത് EW സദർലാൻഡ് ആണ് സൈക്ലിക് AMP ഡിസ്കവർ ചെയ്തത്. അടുത്തത് ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് 4 കിലോ കാലോറി പെർ ഗ്രാം ആണ്. ഓക്കെ, 4. ഓക്കെ, അടുത്തത് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഹോമോലോഗി മോഡലിംഗ് ഈസ് യൂസ്ഡ് ടു പ്രഡിക്ട് ദ 3D സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ. അപ്പോൾ ഹോമോലോഗി മോഡലിംഗ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ 3D സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഹോമോലോഗി മോഡലിംഗ് റിലേസ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് പ്രോട്ടീൻ വിത്ത് സിമിലർ അമിനോ ആസിഡ്സ് ക്യാൻ ഹാവ് സിമിലർ 3D സ്ട്രക്ചർ. അതായത് ഹോമോലോഗി മോഡലിംഗ് പറയുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന സിമിലർ അമിനോ ആസിഡ്സ് ഉള്ളവർക്ക് സിമിലർ ആയിട്ടുള്ള 3D സ്ട്രക്ചർ ആയിരിക്കും. ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഹോമോലോഗി മോഡലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ 3D സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ടാണ് ഹോമോലോഗി മോഡലിംഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിമിലർ അമിനോ ആസിഡ് സീക്വൻസിന് സിമിലർ ആയിട്ടുള്ള 3D സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും അസേർഷൻ എങ്ങനെയാണ്? ഈ അസേർഷനും റീസണും ട്രൂ ആണ്. ആറെന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് യൂകാരിയോട്സിലെ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA, അതായത് HRNA, അത് ട്രാൻസ്ക്രൈബ് ചെയ്തത് ആരാണ്? RNA പോളിമറൈസ് 2 ആണ്. അപ്പോൾ നമുക്കറിയാം പ്രൊക്യാരിയോട്സിന്റെ കേസിലാണെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA നിന്ന് RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതിൽ പ്രോക്യാരിയോട്സിന്റെ കേസിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു mRNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് അതിൽ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂകാരിയോട്സിന്റെ കേസിൽ എങ്ങനെയാണ്? യൂകാരിയോട്സിന് കിട്ടുന്നത് എന്ത് RNA ആണ്? ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം യൂകാരിയോട്സിന്റെ കേസിൽ അവർക്ക് 3 തരത്തിലുള്ള പോളിമറൈസിന്റെ കേസ് പറയുന്നുണ്ട്. RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3 ഇല്ലേ? അതിൽ RNA പോളിമറൈസ് 2 ആണ് ഈ പറയുന്ന ഹെട്രോജീനസ് RNA ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RNA പോളിമറൈസ് 1 ആണെങ്കിലോ? RNA പോളിമറൈസ് 1 ആണെങ്കിൽ RNA അയക്കുള്ളൂ. ഹെട്രോജിനസ് RNA ആണെങ്കിൽ RNA പോളിമറൈസ് 2. ഇപ്പം mRNA ആയാലും അതിൽ തന്നെ വരുന്നത് RNA പോളിമറൈസ് 2 തന്നെയാണ്. അതുപോലെ തന്നെ tRNA ആണെങ്കിൽ RNA പോളിമറൈസ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ RNA പോളിമറൈസ് 2 ആണ് ഹെട്രോജിനസ് RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സീലൻഡ്രൈഡ് പോസസ് വെരി പ്രിമിറ്റീവ് നെർവസ് സിസ്റ്റം ആൻഡ് ന്യൂറോൺസ് ഒക്കർ ഫോർ ഫസ്റ്റ് ടൈം ഇൻ സീലൻഡ്രൈഡ്സ്. അപ്പോൾ സീലൻഡ്രൈഡ്സിന് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ആണ്. ഈ ന്യൂറോൺസ് ഉള്ളത് ആദ്യമേ തന്നെ ഒക്കർ ചെയ്തത് സീലൻഡ്രൈഡ്സിലാണ്. അപ്പോൾ ഇവിടെ എയും ആറും ട്രൂ തന്നെയാണ്. ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ മെയിൽ എക്സിബിറ്റ് റിന്യൂഡ് സെക്ഷൽ ഇൻട്രസ്റ്റ് വെൻ എവർ എ ന്യൂ ഫീമെയിൽ ഈസ് ഇൻട്രൊഡ്യൂസ് ഈസ് കോൾഡ് ഡാഷ് എഫക്ട്. അതായത് ഒരു മെയിലിരിക്കുന്ന ഭാഗത്തേക്ക് പുതിയതായിട്ടൊരു ഫീമെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പുതിയ ഫീമെയിലിനോട് മെയിലിന് കുറച്ച് സെക്ഷൽ ഇൻട്രസ്റ്റുകൾ കാണിക്കും. ഓക്കെ, ആ ഒരു എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കൂളിഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത് മീനമാത ഡിസീസ് ഉണ്ടാക്കുന്നത് ആരാണ്? മെർക്കുറി പോയിസണിങ് വഴിയാണ് മീനമാത ഡിസീസ് ഉണ്ടാക്കുന്നത്. അടുത്തത് എന്താണ്? സ്പൊഡോപ്റ്ററ മൗറീഷ്യ എന്ന് പറയുന്നത് നമ്മളുടെ പാഡിയിലുള്ള പെസ്റ്റിന്റെ പേരാണ് സ്പൊഡോപ്റ്ററ മൗറീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ വേരിയന്റ് ഫോം ഓഫ് എൻസൈം which differ structurally but not functionally and encoded by different allele of same locus. അതായത് ഈ പറയുന്ന അല്ലോ എൻസൈം ആണ് അതിന്റെ ആൻസർ. അല്ലോ എൻസൈമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ്, പക്ഷെ ഫങ്ഷണലി സെയിം ആണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് സെയിം ലോക്കസിൽ തന്നെയുള്ള ഡിഫറെന്റ് അല്ലീൽസുകളാണ് ഈ പറയുന്ന എൻസൈമിന് വേണ്ടി കോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ അല്ലോ എൻസൈം എന്ന് പറയുന്നത്. അല്ലോ എൻസൈം എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, ബട്ട് ഫങ്ഷണലി അവർ സെയിം ആണ്. ഓക്കെ, ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അനമലീസ് സ്യൂഡോസിലോമേറ്റ്? അത് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് ആണ് എന്ത്? സ്യൂഡോസിലോമേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫോളോയിങ് ഹണി ബി ഈസ് നോൺ ആസ് റോക്ക് ബി എന്ന് പറയുന്നത് ഏതാണ്? എപ്പിസ് ഡോർസെറ്റിനെയാണ് റോക്ക് ബി എന്ന് പറയുന്നത്, എപ്പിസ് ഡോർസെറ്റ്. ഇനി വെൻ എ സിംഗിൾ ജീൻ പൂൾ സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ ജീൻ പൂൾ ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസിംഗ് നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്ലാഡോജനസിസ്. അതായത് ഒരു സിംഗിൾ ജീൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കുറേ ജീൻ പൂൾസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നീട് ഇങ്ങനെ നമ്പർ ഓഫ് സ്പീഷീസ് കൂടിക്കൂടി വരും. അനാജനസിസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലീനിയർ ഫോമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവരുടെ ജീൻ ഫ്ലോ. ഓക്കെ, ഇനി സിബ്ലിംഗ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സിബ്ലിംഗ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതായത് മോർഫോളജിക്കലി ഇവർ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. ഇപ്പം നമ്മളുടെ സിബ്ലിങ്സുകൾ, അതായത് നമ്മളുടെ ചേച്ചി ചേട്ടൻ, അവരൊക്കെ എങ്ങനെയാണ് പുറമേ നോക്കുമ്പോൾ ഫേസ് ഒക്കെ നോക്കുമ്പോൾ എന്താണ് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മൾക്ക് ജനറ്റിക്കലി സെയിം ആണ്, അതായത് ജനറ്റിക് വേരിയേഷൻസ് കുറവാണ്. കാരണം നമ്മൾ ഒരു കോമൺ ആൻസിസ്ട്രി എന്നായിരിക്കുള്ളൂ, അതായത് ഒരു ക്ലോസ് റിലേറ്റീവ് എന്നാണ് അത് എന്താണ് വന്നേക്കണത്. അതാണ് സിബ്ലിംഗ് സ്പീഷീസ് എന്ന് പറയുന്നത്. പക്ഷെ ക്രിപ്റ്റിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്താണ് മോർഫോളജിക്കലി സിമിലർ ആയിരിക്കുള്ളൂ, പക്ഷെ എന്താണ് ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ പറയൂലേ ഒരമ്മ വെറ്റളിയന്മാരെന്ന് പറയുന്ന പോലെ, അതായത് കാണുമ്പോൾ ഒരേപോലെയൊക്കെ ഫീൽ ചെയ്യെങ്കിലും പക്ഷെ ജനറ്റിക്കലി എന്താണ് അത് ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. ഇനി അടുത്തത് ഓർഗാനിസം ദാറ്റ് ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതിനെയാണ് യൂറി. വൈഡ് എന്ന് പറയുമ്പോൾ തന്നെ യൂറി, പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെർമൽ. അപ്പോൾ യൂറി തെർമൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തേക്കുന്നത് 1986 ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തേക്കണ എന്നാണ് 1986. ഓക്കെ, താങ്ക് യു.